കോഴിക്കോട് ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച ദാരുണ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 11 മണിയോടുകൂടി മുഹമ്മദ് അലി എന്ന വ്യക്തി തന്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. സെക്യൂരിറ്റി ജീവനക്കാരനായ മുഹമ്മദ് അലി രാത്രിയിലെ ഡ്യൂട്ടികൾ പൂർത്തിയാക്കി രാവിലെ വീട്ടിലേക്കെത്തിയ സമയത്തായിരുന്നു വാതിലിൽ എത്ര തട്ടി വിളിച്ചു നോക്കിയിട്ടും വാതിൽ തുറക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സംശയം തോന്നിയ മുഹമ്മദ് അലി അയൽപ്പക്കത്തെ വീട്ടിലെത്തി ഭാര്യ സൈനബയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാര്യം അയൽവാസികൾ പറഞ്ഞത്. തൊട്ട് തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു ബാഗുമായി സൈനബ വീടും പൂട്ടി പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്നാണ് അയൽവാസികൾ മുഹമ്മദ് അലിയോട് പറഞ്ഞത്. എന്നാൽ സൈനബയുടെ മൊബൈലിൽ എത്ര വിളിച്ചു നോക്കിയിട്ടും എടുക്കാത്ത സാഹചര്യത്തിലാണ് ഒരു പന്തികേട് തോന്നിയ ഭർത്താവ് മുഹമ്മദ് അലി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. സൈനബയുടെ വീട്ടിലും ബന്ധുവീടുകളിലുമൊക്കെ മുഹമ്മദ് അലി വിളിച്ച് അന്വേഷിച്ചെങ്കിൽ പോലും സൈനബയെ അവരാരും കണ്ടിട്ടില്ല എന്നും അവരുടെ വീടുകളിലേക്കൊന്നും സൈനബ എത്തിയിട്ടില്ല എന്നുമുള്ള മറുപടിയാണ് വീട്ടിലുള്ള ആളുകൾ പറഞ്ഞത്. മുഹമ്മദ് അലിയുടെ പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് സംഘം മുഹമ്മദിനൊപ്പം അയാളുടെ വീട്ടിലേക്ക് എത്തി. മുഹമ്മദിന്റെ കൈവശമുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് വീടിന്റെ വാതിൽ തുറന്ന് പോലീസ് സംഘം അകത്തേക്ക് കയറി. പോലീസ് സംഘം വീടിനകത്തൊക്കെ പരിശോധിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ വീടിനകമൊക്കെ പരിശോധിച്ചു നോക്കിയ മുഹമ്മദ് അലി ചില കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. വീടിനുള്ളിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 3.5 ലക്ഷം രൂപ കാണാനില്ല. അതോടൊപ്പം തന്നെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കാണാനില്ല. സാധാരണയായി സൈനബ ആഭരണങ്ങൾ ധരിക്കാറുണ്ട്. സൈനബ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ കുറച്ച് ആഭരണങ്ങൾ കൂടി അലമാരയ്ക്കുള്ളിലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മിസ്സിംഗ് ആണ്. സ്വർണവും പണവും കാണാനില്ല എന്ന് കേട്ടപ്പോൾ പോലീസിന് ആകെ സംശയമായി. മുഹമ്മദ് അലിയുടെയും സൈനബയുടെയും ചെറുമകളുടെ വിവാഹത്തിനായി സൂക്ഷിച്ചു വെച്ചിരുന്ന 3.5 ലക്ഷം രൂപയാണ് കാണാതെയായിരിക്കുന്നത്. സൈനബ ആ വീട് പൂട്ടി പുറത്തുപോയ സമയത്ത് ഒരു കരുതലെന്നോണമായിരിക്കാം ആ സ്വർണവും പണവും ഒക്കെ ബാഗിലെടുത്ത് വെച്ചുകൊണ്ട് പോയതെന്ന് പോലീസ് മുഹമ്മദ് അലിയും കരുതി. കാരണം ചെറുമകൾക്ക് വേണ്ടി സ്വർണവും പണവും ഒക്കെ മുഹമ്മദ് അലിയും ഭാര്യയും ചേർന്ന് സ്വരൂപിക്കുന്ന വിവരം അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അറിവുള്ള കാര്യമാണ്. കാര്യങ്ങളൊക്കെ മുഹമ്മദ് അലിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ പോലീസ് സംഘം സൈബർ സെല്ലിനെ സമീപിക്കുകയും സൈനബയുടെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. സൈനബയുടെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. സൈനബയുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓഫായത് ഏത് ലൊക്കേഷനിൽ വെച്ചാണെന്ന് കണ്ടെത്താൻ പോലീസ് സംഘം സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. മലപ്പുറം ജില്ലയിലെ മുക്കം മേഖലയിലാണ് സൈനബയുടെ മൊബൈൽ ഫോൺ അവസാനമായി ആക്റ്റീവായിട്ടുള്ളത്. അവിടെ വെച്ച് തന്നെ സൈനബയുടെ മൊബൈൽ ഫോൺ ഓഫ് ആയിരിക്കുകയാണ്. സൈനബയുടെ വീട് മലപ്പുറം ജില്ലയിലെ മുക്കത്താണോ എന്ന് പോലീസ് സംഘം മുഹമ്മദ് അലിയോട് അന്വേഷിച്ചെങ്കിലും സൈനബയുടെ വീട് അവിടെയല്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. കോഴിക്കോടുകാരിയായ സൈനബ മലപ്പുറത്തേക്ക് എന്തിനു പോയി എന്ന് പോലീസുകാർക്ക് സംശയം തോന്നി. അതൊരു സംശയമായി തോന്നിയ പോലീസ് സംഘം സൈനബയുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ വിശദമായി തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചു. കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് സൈനബ ഒരു കോൾ റിസീവ് ചെയ്തതായി പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നമ്പറിലുള്ള വ്യക്തിയുമായി സൈനബ അല്പസമയം സംസാരിച്ചിട്ടുണ്ട്. അതേ നമ്പറിൽ നിന്ന് തന്നെ അന്ന് രാവിലെയും സൈനബയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6-7 മാസം മുൻപ് വരെയുള്ള സൈനബയുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ അതേ നമ്പറിൽ നിന്ന് തന്നെ പലതവണ സൈനബയുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുള്ളതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നമ്പറിന്റെ ഉടമയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പോലീസ് സംഘം സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. വൈകാതെ തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിന് കിട്ടി. മലപ്പുറം ജില്ലയിലെ താനൂർ സ്വദേശിയായ സമദ് എന്ന വ്യക്തിയുടെ നമ്പറാണത്. അഡ്രസ് ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം മലപ്പുറത്തെത്തുകയും താനൂരിലെ ഒരു വാടക വീട്ടിൽ കഴിയുകയായിരുന്ന സമദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സമദിനെ സ്റ്റേഷനിലെത്തിച്ച് പോലീസ് സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. സൈനബയെ അറിയാമോ എന്നുള്ള ചോദ്യത്തിന് സൈനബ എന്നൊരു സ്ത്രീയെ തനിക്ക് അറിവില്ല എന്നുള്ള മറുപടിയാണ് സമദ് പറഞ്ഞത്. അങ്ങനെ ഒരു സ്ത്രീയെ താൻ വിളിച്ചിട്ടില്ല എന്നും സമദ് ആവർത്തിച്ചു പറഞ്ഞു. നിരവധി തവണ സമദ് സൈനബയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നും ആ സ്ത്രീ തിരികെ സമദിനെ വിളിച്ചിട്ടുണ്ടെന്നും അവർ തമ്മിൽ പരസ്പരം കാണാറുണ്ടെന്നുമുള്ള കാര്യം തങ്ങൾക്ക് മനസ്സിലായി എന്നും സൈനബയെ സമദ് എന്താണ് ചെയ്തതെന്ന് എത്രയും വേഗം പറഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയിൽ ഇളവ് വാങ്ങി നൽകാമെന്ന് കൂടി SI പറഞ്ഞതോടുകൂടി സമദ് ആകെ പെട്ടതുപോലെയായി. പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് സമദ് തുറന്നു പറഞ്ഞു. സമദും അയാളുടെ സുഹൃത്ത് സുലൈമാനും പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആണ്. ഇരുവർക്കും സൈനബയുമായി വളരെ അടുത്ത ബന്ധവുമുണ്ട്. അവരുടെ പല ആക്ടിവിറ്റീസിലും സൈനബ പങ്കാളിയുമാണ്. പല ആളുകളുമായി ബന്ധം സ്ഥാപിച്ചതിനു ശേഷം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നത് അവരുടെ പതിവ് രീതിയാണ്. സമദും സുലൈമാനും പറയുന്നതനുസരിച്ച് പല കച്ചവടക്കാരുമായി നേരിട്ട് സംസാരിക്കുന്നത് സൈനബയാണ്. അത്തരത്തിൽ ആളുകളുമായി ഇടപെടുന്നതിന് സമദും സുലൈമാനും ചേർന്ന് ഒരു തുക സൈനബയ്ക്ക് കൊടുക്കാറുമുണ്ട്. ആ തുക ഉപയോഗിച്ച് സൈനബ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുന്നതും പതിവാണ്. അങ്ങനെ സൈനബയുടെ കൈവശം ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം സമദിനും സുലൈമാനും ഉറപ്പായി. അങ്ങനെ സൈനബയുടെ കൈവശമുള്ള സ്വർണം ഏത് വിധേനയും കൈവശപ്പെടുത്താൻ സമദും സുലൈമാനും ചേർന്ന് തീരുമാനിച്ചു. ഗൂഡല്ലൂർ സ്വദേശിയായ സുലൈമാനെ ഒരു ടാക്സി ഓട്ടത്തിനിടയിലായിരുന്നു സമദ് പരിചയപ്പെട്ടത്.
സൈനബയുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാൻ തിരൂരിലുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത ശേഷമാണ് ഇരുവരും ചേർന്ന് പ്ലാൻ തയ്യാറാക്കിയത്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് സൈനബയെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ തന്നെ ഇരുവരും ചേർന്ന് തീരുമാനിച്ചു. സാധാരണഗതിയിൽ പുറത്തേക്ക് പോകുമ്പോൾ സ്ഥിരമായി ധരിക്കാറുള്ള മാലയും വളയും കമ്മലുമൊക്കെ തന്നെയാണ് സൈനബ ധരിക്കാറുള്ളത്. എന്നാൽ വീട്ടിലുള്ള മുഴുവൻ സ്വർണവും സൈനബയെ കൊണ്ടെടുപ്പിക്കണമെന്ന് തന്നെ സമദും സുലൈമാനും ചേർന്ന് തീരുമാനിച്ചു. അതിനായി വ്യക്തമായ ഒരു പ്ലാൻ തന്നെ ഇരുവരും ചേർന്ന് തയ്യാറാക്കി. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു കസ്റ്റമർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും സൈനബ അയാളുമായി സംസാരിച്ച് അയാളെ കൺവിൻസ് ചെയ്യിക്കണമെന്നുമായിരുന്നു സമദും സുലൈമാനും സൈനബയെ അറിയിച്ചത്. അങ്ങനെ ആ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ സൈനബ വലിയൊരു പണക്കാരിയാണെന്ന് അയാൾക്ക് തോന്നലുണ്ടാക്കണമെന്നും ആ രീതിയിൽ അഭിനയിക്കണമെന്നുമൊക്കെ സമദും സുലൈമാനും ചേർന്ന് സൈനബയെ അറിയിച്ചു. ആ രീതിയിൽ തന്നെ താൻ അഭിനയിച്ചു കൊള്ളാമെന്ന് സൈനബ അവർക്ക് വാക്കും കൊടുത്തു. അങ്ങനെ സമദും സുലൈമാനും പറഞ്ഞതനുസരിച്ചായിരുന്നു തലേദിവസം ഉച്ചയോടടുപ്പിച്ച് ഒരു ബാഗുമായി സൈനബ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ സൈനബയെ കാത്ത് സമദും സുലൈമാനും ഒരു കാറിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ സൈനബ എത്തിയെന്ന് അവർ ഫോണിലൂടെ തന്നെ സമദിനെ അറിയിച്ചു. ബസ് സ്റ്റാൻഡിന് പുറത്ത് കാത്തുനിന്നിരുന്ന സമദിന്റെ കാറിലേക്ക് സൈനബ കയറുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന കസ്റ്റമറെ കാണാനെന്ന വ്യാജേനയാണ് സൈനബയെ സമദ് കാറിലേക്ക് കയറ്റിയത്. അവിടെ നിന്നും വാഹനം മുൻപോട്ട് പോയപ്പോൾ സമദ് തന്റെ വീട്ടിൽ നിന്ന് കയറിയ ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സൈനബയെ അറിയിച്ചു. വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ചിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് കൂടി എടുക്കണമെന്നായിരുന്നു സമദ് സൈനബയോട് പറഞ്ഞത്. സമദ് താമസിക്കുന്ന വീടിന് സമീപം എത്തിയപ്പോൾ തന്നെ വാഹനം നിർത്തി. സുലൈമാനും സൈനബയും കാറിൽ തന്നെ ഇരുന്നു. സമദ് വീടിനുള്ളിലേക്ക് കയറി അയാളുടെ മൊബൈൽ ഫോൺ വീടിനകത്ത് വെച്ചു. ശേഷം തിരികെ വന്ന് വാഹനത്തിൽ കയറുകയും ചെയ്തു. അവിടെ നിന്ന് മുക്കം ഭാഗത്തേക്കാണ് മൂവർ സംഘം പോയത്. വാഹനം മുക്കം ഭാഗത്തേക്ക് അടുത്തപ്പോൾ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് അപ്രതീക്ഷിതമായി സൈനബ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു സൈനബയുടെ ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് സമദ് അവരുടെ കഴുത്തിൽ കുരുക്കുമുറുക്കിയത്. ഷോളിന്റെ ഒരറ്റം മുൻസീറ്റിൽ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന സുലൈമാൻ കൈവശപ്പെടുത്തുകയും മുൻപോട്ട് ആഞ്ഞു വലിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുവരും ചേർന്ന് സൈനബയുടെ കഴുത്തിൽ ഷോൾ ഉപയോഗിച്ച് മുറുക്കി വലിച്ചു തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സൈനബ നിശ്ചലയായി. സൈനബയുടെ മരണമുറപ്പിച്ച ഇരുവർ സംഘം അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്തു. ഇതിനിടയിൽ സൈനബയുടെ ബാഗ് തുറന്നു നോക്കിയ സമദ് ഞെട്ടിപ്പോയി. ബാഗിനുള്ളിൽ നിറയെ പണമായിരുന്നു. 3.5 ലക്ഷം രൂപ ബാഗിനകത്തുണ്ടായിരുന്നു എന്നും സമദ് പോലീസിന് മൊഴി നൽകി. സൈനബയുടെ കൈവശം അത്രയും പണമുണ്ടായിരിക്കുമെന്ന് ഇരുവരും കരുതിയതുമില്ലായിരുന്നു. പണം കണ്ടപ്പോൾ ഇരുവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ സമദ് കൈവശപ്പെടുത്തുകയും പണം മുഴുവൻ സുലൈമാന് കൈമാറുകയും ചെയ്തു. മുക്കത്തു നിന്നും നിലമ്പൂരേക്കാണ് പിന്നീട് ഇരുവർ സംഘം പോയത്. നിലമ്പൂരിൽ നിന്നും വഴിക്കടവ് വഴി നാടുകാണി ചുരത്തിലൂടെ കടന്നുപോയ സംഘം ചുരത്തിന് സമീപം എത്തിയപ്പോൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ സൈനബയുടെ മൃതദേഹം കൊക്കയിലേക്ക് തള്ളി. സൈനബയുടെ മൃതദേഹം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഇരുവർ സംഘം നേരെ പോയത് ഗൂഡല്ലൂരിലേക്കാണ്. ഗൂഡല്ലൂരിൽ നിന്നും റെന്റിനെടുത്ത ഒരു കാറാണ് സുലൈമാന്റെ കൈവശമുള്ളത്. കാറിനുള്ളിൽ രക്തത്തിന്റെ അംശം വലുതുമുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് കരുതി അത് ഒഴിവാക്കാൻ തന്നെ ഇരുവരും തീരുമാനിച്ചു. അവിടെ ഒരു സർവീസ് സെന്ററിൽ വാഹനം കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തു. ഒരു കടയിൽ കയറി പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി ധരിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഗൂഡല്ലൂരിൽ തങ്ങിയ സമദ് തൊട്ടടുത്ത ദിവസം രാവിലെയാണ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. സൈനബയുടെ ആഭരണങ്ങളുമായി നാട്ടിലെത്തി അവയൊക്കെ വിറ്റ് വലിയ പണക്കാരനാകാമെന്നായിരുന്നു സമദ് ധരിച്ചിരുന്നത്. എന്നാൽ അയാൾ ധരിച്ചതിന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. അന്ന് രാത്രി തന്നെ കുറേയധികം ഗുണ്ടകളുമായി സുലൈമാൻ സമദിന്റെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുകയും സമദിനെ ആക്രമിച്ച് ആ ആഭരണങ്ങളൊക്കെ കൈക്കലാക്കുകയും ചെയ്തു. കൂടെ നടന്ന് തന്നെ ചതിച്ച സുലൈമാനോടായിരുന്നു സമദിന്റെ ദേഷ്യം മുഴുവൻ. അതുകൊണ്ടാണ് അയാൾ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞത്. സമദ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട പോലീസ് സംഘം സുലൈമാനെ അന്വേഷിച്ചിറങ്ങി. അതോടൊപ്പം തന്നെ സമദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയണമെങ്കിൽ സൈനബയുടെ ബോഡി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാടുകാണി ചുരത്തിലുള്ള കൊക്കയിലേക്ക് വലിച്ചെറിയപ്പെട്ട സൈനബയുടെ മൃതദേഹത്തിനായുള്ള തിരച്ചിലും പോലീസ് സംഘം ഊർജിതമാക്കി. നാടുകാണി ചുരത്തിൽ വളരെയധികം തിരക്കുള്ള സമയത്താണ് പോലീസ് സംഘം എത്തിയത്. പോലീസുകാരുടെ സഹായത്തോടുകൂടി സമദ് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ചില ആളുകൾ ഇറങ്ങി തുടങ്ങി. വിദഗ്ധരായ ആളുകളെ തന്നെയാണ് ബോഡി കണ്ടെത്തുന്നതിനായി ആ കൊക്കയുടെ ഭാഗത്തേക്ക് പോലീസ് സംഘം ഇറക്കിയത്. അല്പം താഴ്ചയിലേക്ക് എത്തിയപ്പോൾ തന്നെ പാറകൾ നിറഞ്ഞ ഒരു സ്ഥലത്തു നിന്നും പഴക്കം ചെന്ന ഒരു ബോഡി പോലീസ് സംഘത്തിന് കിട്ടുകയും ചെയ്തു. ആ ബോഡിക്ക് പക്ഷേ 3-4 ദിവസത്തെ പഴക്കമുണ്ട്. ആ ബോഡി മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു പായയിൽ കിടത്തിയ സമയത്ത് തന്നെ സമദ് ആ ബോഡി തിരിച്ചറിഞ്ഞു. അത് സൈനബ തന്നെയാണെന്ന് സമദ് പോലീസുകാരെ അറിയിച്ചു. സമദ് അത് സൈനബ തന്നെയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് സത്യമാണോ എന്നറിയണമെങ്കിൽ സൈനബയുടെ ഭർത്താവ് മുഹമ്മദ് അലി കൂടി ആ ബോഡി തിരിച്ചറിയണം. പോലീസ് സംഘം ആ ഡെഡ് ബോഡിയുമായി നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൈനബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുമ്പോൾ തന്നെ മറ്റൊരു സംഘം പോലീസുകാർ സുലൈമാനെ തിരക്കിയിറങ്ങി. സുലൈമാന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചത്. ഒട്ടുമിക്ക സമയത്തും സുലൈമാന്റെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് മോഡിൽ തന്നെയാണ്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ആ ഫോൺ ആക്റ്റീവ് ആകാറുമുണ്ട്. സൈബർ സെല്ലിന്റെ സമ്പൂർണ്ണ നിരീക്ഷണത്തിലാണ് സുലൈമാന്റെ മൊബൈൽ ഫോൺ. അവസാനമായി ആ ഫോൺ ഓൺ ആയത് കോയമ്പത്തൂർ മേഖലയിലാണെന്ന് പോലീസ് സംഘം മനസ്സിലാക്കി.
അങ്ങനെ കോഴിക്കോട് നിന്നും ഒരു സംഘം പോലീസുകാർ കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു. പോലീസ് സംഘം അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ സുലൈമാന്റെ മൊബൈൽ ഫോൺ വീണ്ടും ഓഫായി. സുലൈമാനെ തിരക്കി കോയമ്പത്തൂരിലെത്തിയ പോലീസ് സംഘം ആകെ വലഞ്ഞു. ഈ സമയത്തായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും ഒരു ഫോൺ കോൾ SIയെ തേടിയെത്തിയത്. കോയമ്പത്തൂരിൽ വെച്ച് സ്വിച്ച് ഓഫ് ആയ സുലൈമാന്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ സേലത്ത് സ്വിച്ച് ഓൺ ആയിരിക്കുകയാണ്. സുലൈമാൻ ചെന്നൈയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് പോലീസ് സംഘം മുൻപിൽ കണ്ടത്. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ സേലം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. സുലൈമാന്റെ നിലവിലെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയാണ് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സേലം സ്റ്റേഷനിലേക്ക് കൈമാറിയത്. സേലം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം സുലൈമാൻ അവരുടെ വലയിൽ വീണു. സുലൈമാൻ സേലം പോലീസിന്റെ വലയിൽ വീണു എന്ന് മനസ്സിലാക്കി കോഴിക്കോട് നിന്നുമുള്ള പോലീസ് സംഘം അവിടേക്ക് തിരിച്ചു. സേലത്തെത്തിയ കേരള പോലീസ് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി സുലൈമാനുമായി കേരളത്തിലേക്ക് തന്നെ മടങ്ങിയെത്തി. സുലൈമാനെ കോഴിക്കോടെത്തിച്ച പോലീസ് സംഘം അയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ചു. ഈ സമയം സമദും റിമാൻഡിൽ തന്നെയാണ്. സമദിന്റെ മൊഴി അനുസരിച്ച് സൈനബയുടെ ബാഗ് സുലൈമാൻ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ സുലൈമാനെ ചോദ്യം ചെയ്തപ്പോൾ സൈനബയുടെ ആ ബാഗ് സുലൈമാൻ കത്തിച്ചു കളഞ്ഞിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി. സൈനബയുടെ ആ ബാഗ് സുലൈമാൻ ഒരു സ്ഥലത്ത് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അത് ഗൂഡല്ലൂർ തന്നെയാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം സമദിനെയും സുലൈമാനെയും കൊണ്ട് ഗൂഡല്ലൂരിലേക്ക് പുറപ്പെട്ടു. ഗൂഡല്ലൂരിലെത്തിയ പോലീസ് സംഘം സുലൈമാന്റെ മൊഴി അനുസരിച്ച് ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് സൈനബയുടെ ബാഗ് കണ്ടെത്തിയത്. മാലിന്യ കൂമ്പാരത്തിലേക്ക് ബാഗ് വലിച്ചെറിയുന്ന സാഹചര്യത്തിൽ അത് പിന്നീട് ആരും തിരക്കില്ല എന്നുള്ളതായിരുന്നു സുലൈമാന്റെ വിശ്വാസം. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പോലീസിന് ലഭിച്ച ആ ബാഗിനുള്ളിൽ സൈനബയുടെ ഒരു ബാങ്ക് പാസ്ബുക്ക് ഉണ്ടായിരുന്നു. ബാഗിനും പാസ്ബുക്കിനും വേണ്ടിയായിരുന്നില്ല പോലീസ് സംഘത്തിന്റെ അന്വേഷണം. ബാഗിനുള്ളിൽ ഉണ്ടായിരുന്ന സൈനബയുടെ പണത്തിനും അതോടൊപ്പം തന്നെ അവരുടെ സ്വർണ്ണാഭരണത്തിനും വേണ്ടിയായിരുന്നു. പണവും സ്വർണ്ണാഭരണങ്ങളും എവിടെയെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് സുലൈമാൻ മറ്റൊരു കഥയാണ് പറഞ്ഞത്. സുലൈമാന്റെ കൈവശം ധാരാളം പണം ഇരിക്കുന്നത് അയാളുടെ ഒരു സുഹൃത്തായ ശരത്ത് കാണുകയും അത് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സൈനബ കൊലക്കേസിനെ കുറിച്ച് സുലൈമാൻ തന്റെ സുഹൃത്തായ ശരത്തിനോട് പറയുന്നത്. സൈനബ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ മുഴുവൻ സമദ് എന്ന തന്റെ സുഹൃത്ത് കൊണ്ടുപോയി എന്നും സൈനബയുടെ കൈവശമുണ്ടായിരുന്ന 3.5 ലക്ഷം രൂപ തന്നെ ഏൽപ്പിച്ചു എന്നും സുലൈമാൻ തന്റെ സുഹൃത്തായ ശരത്തിനോട് പറഞ്ഞു. ആ കഥ കേട്ട ശരത്ത് സുലൈമാനെയും അതോടൊപ്പം തന്നെ അയാളുടെ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി സമദിന്റെ വീട് കയറി ആക്രമിക്കുകയും കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. 17 പവനിൽ പരം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് സമദിന്റെ വീട്ടിൽ നിന്നും ശരത്തും സുലൈമാനും അടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയത്. സുലൈമാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആഭരണങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോയ ശരത്തിനെ തേടിയായിരുന്നു പോലീസിന്റെ പിന്നീടുള്ള അന്വേഷണം. വൈകാതെ തന്നെ ശരത്ത് പോലീസ് കസ്റ്റഡിയിലായി. അയാളുടെ കയ്യിൽ നിന്നും 6.5 പവനിൽ പരം തൂക്കം വരുന്ന ഒരു സ്വർണ്ണമാലയാണ് പോലീസ് സംഘത്തിന് കിട്ടിയത്. അത് സൈനബയുടെ മാല തന്നെയാണ്. പോലീസിന്റെ പിന്നീടുള്ള ചോദ്യം ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും എവിടെയെന്നുള്ളതായിരുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി വയനാട് നിന്നും ഒരു നാജുദ്ദീനെയും നിയാസിനെയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി സുലൈമാന്റെയും ശരത്തിന്റെയും കൂടെയുണ്ടായിരുന്ന നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും സൈനബയുടെ ബാഗിലുണ്ടായിരുന്ന പണവും ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ആ 3.5 ലക്ഷം രൂപ സൈനബ എന്തിനായിരുന്നു ബാഗിൽ കൊണ്ടുപോയതെന്നുള്ളതായിരുന്നു പോലീസിന്റെ ഏറ്റവും വലിയ സംശയം. ഒരുപക്ഷെ സമദും സുലൈമാനും ആവശ്യപ്പെട്ടതനുസരിച്ചാണോ സൈനബ ആ പണവുമായി വീട്ടിൽ നിന്നിറങ്ങിയതെന്ന് പോലീസിന് സംശയം തോന്നി. എന്നാൽ സമദിന്റെ മൊഴി അനുസരിച്ച് സൈനബയുടെ കൊലപാതകത്തിന് ശേഷം അപ്രതീക്ഷിതമായി ബാഗ് തുറന്നപ്പോഴാണ് അതിൽ പണം ഇരിക്കുന്നത് സമദും സുലൈമാനും കാണുന്നത്. സമദ് നൽകിയത് വ്യാജ മൊഴിയാണോ എന്ന് പോലും പോലീസിന് സംശയം തോന്നി. സൈനബയും സമദും സുലൈമാനും തമ്മിൽ എന്തൊക്കെയോ ചില ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായി. എന്നാൽ അവരുടെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അവരുടെ ഭർത്താവ് മുഹമ്മദ് അലിക്കൊട്ട് അറിയത്തുമില്ല. ഭാര്യ ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളൊക്കെ നടത്തി പണം സമ്പാദിക്കുകയും ആഭരണങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യുന്ന കാര്യം മാത്രമേ മുഹമ്മദ് അലിക്ക് അറിയൂ. അതിനപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങളൊന്നും അയാൾക്ക് അറിയുകയുമില്ല. അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും മുഹമ്മദ് അലിക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ കൂടുതൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർ തമ്മിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സുലൈമാനും സമദും പോലീസിനോട് തുറന്നു പറയുന്നുമില്ല. സൈനബ എന്തിനാണ് പണവുമായി വീട് വിട്ടിറങ്ങിയതെന്നുള്ള സംശയമാണ് മുഹമ്മദ് അലിക്ക് ഇപ്പോഴും ഉള്ളത്. തന്റെ ഭാര്യ എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തുന്നതെന്ന് പോലും അയാൾക്കറിയില്ല. സൈനബയുടെ ബാഗിൽ നിന്നും ബാങ്ക് പാസ്ബുക്ക് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ പണം അവർ ബാങ്കിൽ ഇടാൻ വേണ്ടിയായിരുന്നു എടുത്തതെന്ന് പോലും പോലീസിന് സംശയം തോന്നി. ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനൊരു ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ സൈനബ അത് ബാങ്കിൽ കൊടുത്തേനെ. ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് സമദിനും സുലൈമാനുമൊപ്പം അവർ കാറിൽ കയറി പോയിട്ടുള്ളത്. സൈനബ എന്തിനാണ് വീട്ടിൽ നിന്ന് പണവുമായി പോയതെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും കൂട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ പ്രതികളെയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിവേഗം പ്രതികളിലേക്കെത്തിയ കേരള പോലീസിന് സർക്കാരിന്റെ പ്രത്യേക പ്രശംസയും ലഭിച്ചു. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയാൻ കഴിയും.